കൂട്ടുകാരെ, ഞാൻ ഇന്ന് മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പഴം നിറച്ചതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റും ആണ്. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം പഴത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് നമുക്ക് ആ പഞ്ചസാര ലൈറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് നിറയെ തന്നെ തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇനി ഈ പഞ്ചസാരയും തേങ്ങയും എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി തേങ്ങയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. ഞാനിപ്പോ ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ പഴത്തിലേക്ക് വേണ്ട ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ഏത്തപ്പഴം എടുത്തിട്ട് ഒന്ന് നടുകെ മുറിച്ചു കൊടുക്കാം. സെപ്പറേറ്റ് ആയി പോവാൻ പാടില്ല. മാക്സിമം ഗ്യാപ്പ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ തേങ്ങയുടെ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. എന്തോരം കൊള്ളുന്നോ അത്രയും മാക്സിമം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കണേ. അങ്ങനെ നമ്മുടെ 4 പഴത്തിലും ഫില്ലിങ്സ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ആ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്ത ആ ഒരു ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പുനീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ രീതിക്ക്. ഇനി നമ്മുടെ ആ പഴം നിറച്ചതെടുത്തിട്ട് ആ ഗ്യാപ്പ് ഉള്ള ഭാഗത്ത് നമ്മുടെ ഈ ഗോതമ്പിന്റെ ആ ഒരു കൂട്ടെടുത്ത് അങ്ങ് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്കിത് മൈദയും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തേ ഉള്ളൂ. ഇതേ രീതിക്ക് നല്ല കട്ടിക്ക് തന്നെ ആ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സ് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണത്തില് നല്ല രീതിക്ക് തന്നെ തേച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പഴം നിറച്ചതും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കി അതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പഴങ്ങള് എടുത്തിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം 3 എണ്ണമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 2 എണ്ണം വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ആ ഗോതമ്പിന്റെ ആ ഒരു മാവിന്റെ വശമുള്ളത് വേണം ആദ്യം എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോയിട്ട് അതിനിടയിൽ കൂടി നമ്മുടെ ആ ഫില്ലിങ്സ് പുറത്തേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഇനി ഓരോ വശവും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തപ്പം നമ്മുടെ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.